ഞാനിവിടെ വന്നൊന്നും ഞാനാണ് അമ്മയുടെ അടുത്തേക്ക് കാർത്തു വെച്ച് പറഞ്ഞു വിട്ടെന്നൊന്നും തൽക്കാലം അറിയണ്ട. യാദൃശികമായിട്ട് കാർത്തു വെച്ച് വീട്ടിലെത്തി ബലാമണിയെക്കുറിച്ച് പറഞ്ഞായിട്ട് തോന്നിയാൽ മതി അമ്മയ്ക്ക്. മോൻ പറഞ്ഞു വിട്ടാണെന്ന് അറിഞ്ഞാൽ എന്താ കുഴപ്പം? ഏയ് അത് വേണ്ട. ഞാനറിഞ്ഞു എന്ന് അമ്മ അറിഞ്ഞാൽ ഉടനെ ഉണ്ണിയാമയായിട്ട് അമ്മ ഇങ്ങോട്ട് വരും. ബാലാമണിക്ക് താങ്ങാൻ പറ്റുന്നതിന് അപ്പുറത്തായിരിക്കും അത്. എന്ന് മാത്രമല്ല, ബാലാമണി എവിടെയുണ്ടെന്ന് ഇപ്പോൾ അവരറിയാതിരിക്കുന്നതാണ് നല്ലത്. ആരാണ് യഥാർത്ഥ ശത്രുക്കളെന്ന് തിരിച്ചറിയണം. മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതെൻ്റെ സ്വകാര്യമായൊരു അഹങ്കാര. എല്ലാം എൻ്റെ ഒന്നും സഹായമില്ലാതെ സ്വയം കണ്ടുപിടിച്ചു എന്ന് അമ്മയ്ക്ക് തോന്നണം. ആ അഭിമാനം അമ്മയുടെ മുഖത്ത് എനിക്ക് കാണണം. സത്യത്തിൽ ഇത് അഴകത്തമ്മയുണ്ടായത്. ഈ മുഖത്ത് നോക്കി കള്ളം പറയാൻ എനിക്ക് കഴിയില്ല. എന്തൊരു നല്ല മോനാ അത്. ഓ, അവനപ്പോ അമ്മയെ ജയിക്കാൻ വിടുക. പറഞ്ഞതേതായാലും നന്നായി. അയ്യോ, ഞാൻ പറഞ്ഞു എന്നാ കൊച്ചറിയല്ലേ. ഞാൻ ചതിച്ചു എന്ന് തോന്നത്തില്ലയോ? ഇതൊക്കെ ഒരു ചതിയാണോ കാർത്തു? മക്കളെ അങ്ങനെ നമ്മളെക്കാൾ വലുതാക്കാൻ പാടുണ്ടോ? എനിക്കറിയാവുന്നതെല്ലാം ഞാൻ ദേ ഈ മുഖത്ത് നോക്കി പറഞ്ഞു. ഇനിയൊക്കെ എന്താ വേണ്ടതെന്ന് അവിടും തീരുമാനിച്ചോ? തീരുമാനിക്കും. എല്ലാ കാര്യത്തിനും ഒരു തീരുമാനം ഉണ്ടാവും. എന്തു വേണമെന്ന് പെട്ടെന്ന് പറയണം. ആ പെണ്ണിനെ കൂടുതൽ സമയം സൂക്ഷിക്കാനൊന്നും എനിക്ക് കഴിയില്ല. എന്നെ സംശയം ഉണ്ടെങ്കിൽ എന്റെ കൂടെ വന്ന് നോക്കാം. എന്നിട്ട് പാതിരാത്രിക്ക് റോഡ് വഴി കർണാടകയിൽ എത്തിക്കാം. അവിടുന്ന് പിന്നെ പല കൈമറിഞ്ഞങ്ങ് പൊയ്ക്കോളും. വേണ്ട. കൊല്ലണം. അത് വേണോ? പറഞ്ഞയച്ച പോരെ. ഇന്ത്യക്ക് പുറത്തേക്ക് വരെ കടത്തിവിടാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം. വേണ്ട. അവള് ജീവിച്ചിരുന്ന ഏത് കാലത്തായാലും അതെനിക്ക് ദോഷം ചെയ്യും. അത് ശരിയാ. ഒരു ചാപ്റ്ററും പെൻഡിങ് വെക്കുന്നത് ശരിയല്ല. ക്ലോസ് ചെയ്യണം. നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവാതിരുന്നാ മതി. അതൊന്നും ഉണ്ടാവില്ല. പ്രത്യക്ഷത്തിൽ നമ്മളൊന്നും ചെയ്തില്ലല്ലോ. ഞാൻ എന്ത് വേണമെന്നാ? എനിക്ക് ജീവനോടെ അവളെ കാണണ്ട. ശവം എന്നെ കാണിക്കണം. മരിച്ചു എന്ന് എനിക്ക് ഉറപ്പ് വരുത്താൻ. എന്താ, രാഘവന് പറ്റില്ലേ? ഞാൻ ചെയ്യാം. കൊന്ന് കായലെറിയാം. ശവം പോലും പൊങ്ങാത്ത ഏർപ്പാട് എനിക്കറിയാം. എപ്പോ എനിക്ക് കാണാൻ പറ്റും മരിച്ച് വിറങ്ങലിച്ച അവളുടെ ശരീരം? ഈ രാത്രി, ഇന്ന് രാത്രി തന്നെ തീർത്തേക്കാം. ശവം കാണണമെങ്കിൽ വരാം. ഞാൻ വരും. അന്ത്യോപചാരം അർപ്പിക്കണ്ടേ? എന്നെ കണ്ടിട്ടും ശ്രദ്ധിക്കാതെ നിൽക്കുന്നതാണോ? കണ്ടാൽ കാണാത്ത മട്ടിലിരിക്കാൻ മാത്രം കള്ളത്തരൊന്നും എനിക്കില്ല. പിന്നെന്താ, എനിക്കുണ്ടോ? വസന്ത എല്ലാത്തിനും ഇങ്ങനെ നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യുന്ന എന്തിനാ? ആരോടാ ഈ ദേഷ്യം? സത്യം പറയാലോ, നിന്നോടാ എനിക്ക് ദേഷ്യം. അത് ഞാൻ ഗൗരവമായിട്ട് എടുക്കുന്നതേ ഇല്ല. ഒരുപാട് പേരുണ്ട് എന്നോട് ദേഷ്യമുള്ളവര്. അതിലിപ്പോ ഒരാൾ കൂടിയാലെന്താ, കുറഞ്ഞാലെന്താ? എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഒരു കാര്യമാക്കണ്ട. വസന്ത ഒരുപാട് ചോദിച്ചോളൂ. ഇറിറ്റേറ്റ് ചെയ്യാതിരുന്നാ മാത്രം മതി. വൈകിട്ട് എന്താ പരിപാടി? അതേതോ പരസ്യത്തിലെ വാക്കുകളല്ലേ? അല്ല, ജീവിതത്തിലെ വാക്കുകളാ. എന്റെ ജീവിതം തീരുമാനിക്കുന്ന വാക്കുകൾ. എന്നാ നീ വ്യക്തമായിട്ട് ചോദിക്കേ.
എനിക്കൊന്നും മനസ്സിലായില്ല. എടി, ഇന്ന് വൈകിട്ട് 4:30 മണിക്ക് ആരെ അറിയിക്കാതെ നിന്നെയും കൊണ്ട് രാഘവൻ എവിടെ പോവാ? ആവോ, എനിക്കറിയില്ല. രാഘവൻ വിളിച്ചു, ഞാൻ ചെല്ലാന്നും പറഞ്ഞു. അത് ശരി, ആണുങ്ങൾ വിളിച്ച ഉടനെ നീ അങ്ങ് ഇറങ്ങി പോവോ? ഇല്ല, എല്ലാ ആണുങ്ങളെയും പോലെയാണോ രാഘവൻ? രാഘവൻ എന്താ കൊമ്പുണ്ടോ? അതൊന്നും എനിക്കറിയില്ല. ഡേ, വെറുതെ വഴക്കുണ്ടാക്കാൻ വരല്ലേ. രാഘവന്റെ സ്വഭാവം അറിയാലോ, മഹാ ചീത്തയാ. ഏയ്, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഗുണ്ടയാ. ഓ, അപ്പൊ പിന്നെ പേടിക്കണ്ടല്ലോ, ധൈര്യമായിട്ട് കൂടെ പോവുകയും ചെയ്യാം. ആരും ഉപദ്രവിക്കാൻ വരില്ല. എടി, നീ ഇത് എന്ത് ഭാവിച്ചാ? രാഘവൻ കൊണ്ടുപോയിട്ട് നിന്നെ പീഡിപ്പിച്ചാലോ? ഛേ, ഇങ്ങനെ വൃത്തികേട് പറയാതെ. നിന്റെ മനസ്സ് ഇത്രയ്ക്ക് ചീത്തയാണോ? എന്തായാലും നീ രാഘവന്റെ കൂടെ പോണ്ട. ഞാൻ പറയുന്ന അനുസരിക്കുന്ന നിനക്ക് നല്ലത്. ശോ, ഇത് നേരത്തെ പറഞ്ഞൂടായിരുന്നോ നിനക്ക്? ഇതിപ്പോ ഞാൻ രാഘവനോട് ഏറ്റുപോയില്ലേ? അത് മാറ്റി പറയണം. ഇല്ല, വാക്ക് മാറ്റാൻ പറ്റില്ല. തീർച്ചയാണോ? പിന്നല്ലാതെ. ദേ, എന്റെ ശാപം കിട്ടി അറിയാലോ. മൂക്കത്ത് ദേഷ്യം വന്ന് ശപിക്കാൻ നീ എന്താ ദുർവാസാവാണോ? ഞാൻ അവസാനമായിട്ട് ചോദിക്ക, നീ പോവോ? പോവരുത്. പോകും. നീ ഇങ്ങനെ വാശി പിടിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പോകും. കാണിച്ചു തരാടി, നിന്നെ ഞാൻ കാണിച്ചു തരാം. പെണ്ണിന് പ്രേമ അസ്ഥിക്ക് പിടിച്ചിരിക്കുക. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. കുറച്ച് മീൻ കൂടിയുണ്ട്, അത് വിറ്റിട്ട് വേണം വീടെത്താൻ. കാശിനൊന്നും ബുദ്ധിമുട്ടല്ലേ കാർത്തു? എന്നോട് ചോദിച്ചാ മതി. ദാ, ഇത് കയ്യിൽ വെച്ചോളൂ. ഇതൊന്നും വേണ്ട. തമ്പുരാൻ പണിയെടുക്കാൻ ആവത് തന്നേക്കുന്നിടത്തോളം കാലം ഒരു ബുദ്ധിമുട്ടും വരികയില്ല. പിന്നെ കായലിലും കടലിലും ഒക്കെ മീനുള്ളിടത്തോളം കാലം കാർത്തൂന്റെ കുടുംബത്തിൽ അഷ്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല. നിന്നിൽ നിന്ന് പഠിക്കാനുണ്ട് കാർത്തു, ഒരുപാട് പാഠം. അതിപ്പോഴാ എനിക്ക് മനസ്സിലായത്. ഇവിടുത്തെ കുട്ടിയാണ് ബാലാമണിയെന്ന് അവളോട് പറയണ്ടല്ലേ? ഇപ്പൊ പറയണ്ട. ആനന്ദം പറഞ്ഞത് അങ്ങനെയല്ലേ? ഉണ്ണിയേട്ടനെ അച്ഛനായിട്ട് അവളുടെ മനസ്സ് ഇപ്പൊ അംഗീകരിക്കില്ല. ആ, ഒക്കെ കലങ്ങിത്തെളിയും. തൽക്കാലം നീ ഇവിടെ വന്നതുപോലും അവൾ അറിയണ്ട. അതോ നീ പറയോ? അയ്യോ ഇല്ല, ഇവിടുന്ന് പറയാതെ ഞാൻ ഒന്നും പറയില്ല. എന്നാ പിന്നെ ഞാൻ പോയേച്ചു വരാം. ആ, ഇനി എന്ന് വരും? എനിക്കെപ്പ വേണേലും വരാലോ. നല്ല പെടയ്ക്കണ മീനെന്ന് ഒറ്റ വിളിയല്ലേ. ദൈവമേ, അമ്മേ, ഇതെന്താ ഇത്? സോപ്പും ഇട്ടോളുവാ. ആ മീൻകാരിയെ കെട്ടിപ്പിടിച്ചതല്ലേ, ഒന്ന് നന്നായിട്ട് കുളിച്ചോളൂ. എടി, അവൾക്ക് മീനിന്റെ നാറ്റമല്ല, ദൈവത്തിന്റെ സുഗന്ധ. ഈശ്വരൻ ആദ്യം അവതരിച്ചത് മത്സ്യമായിട്ടാ. എനിക്ക് ആ സുഗന്ധ തോന്നിയത്. അവര് ദൈവത്തിന്റെ അവതാരമാണെന്നാണോ അമ്മ പറയുന്നത്? സംശയം എന്താ? ഞാൻ അങ്ങനെ തന്നെയാ പറഞ്ഞത്. അല്ല, അവര് സത്യത്തിൽ അമ്മയുടെ ആരാ? എനിക്കാകെ ഒരു സംശയമായി. എന്റെ കൂട്ടുകാരിയാ. പണ്ട് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാ, ആശാൻ കളരിയില്. ഈ മീൻകാരിയായിട്ടോ? അയ്യേ. എന്താ ഒരയ്യേ? നിന്നേക്കാളൊക്കെ എത്രയോ ഭേദാ അവള്. ആ, ദാ, ഇത് നീ തന്നെ അങ്ങ് വച്ചോ. എന്നിട്ട് ഈ സോപ്പ് കുറച്ച് ഡെറ്റോളിൽ കലക്കി അങ്ങ് കുടിക്ക്. നിന്റെ മനസ്സിലുള്ള ദുഷിപ്പ് അങ്ങ് മാറട്ടെ. ലച്ചുവേച്ചി, അതെ, ഈ നാട്ടിൽ നിങ്ങളെ മാത്രമേ ഞാൻ ചേച്ചി എന്ന് വിളിക്കുന്നുള്ളൂ. അതെന്തുകൊണ്ടെന്നറിയോ? എന്റെ കയ്യിൽ നിന്നല്ലെങ്കിൽ നല്ലത് കിട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ട്. അതുകൊണ്ടൊന്നും അല്ല, എനിക്ക് ആരെയും പേടിയില്ല. ഇത് ബഹുമാനം കൊണ്ടാ. എന്തുകൊണ്ടാ ബഹുമാനം എന്നറിയോ? നീ ഇങ്ങനെ ചോദ്യം ചോദിച്ച് വിഷമിപ്പിക്കാതെ കാര്യം എന്താന്ന് പറ. ഈ വീട്ടിൽ അനാശാസ്യം നടക്കുന്നുണ്ട്. ദേ, ഒറ്റ അടി വെച്ചെന്നാലുണ്ടല്ലോ, വൃത്തിയോട് പറയുന്നോടി. സത്യമാ. രാഘവനും ബാലാമണിയും കൂടി ഇന്ന് ഒരുമിച്ച് എങ്ങോട്ടോ പോവാ.
അതും ആരെ അറിയിക്കാതെ? അറിയിക്കാതെയൊന്നുമല്ല, എന്നോട് പറഞ്ഞിരുന്നു. എന്നിട്ട് തടയാത്ത എന്താ? എന്തിന്? അവരൊരുമിച്ച് പുറത്തു പോയിന്ന് വെച്ചപ്പോ എന്താ? ഒന്നുമില്ലേ? ഇരുമ്പും കാന്തവും കൂടി ഒരുമിച്ച് യാത്ര ചെയ്താ ഒന്നും സംഭവിക്കില്ലേ? ഒന്നും സംഭവിക്കില്ല. ഇനി അഥവാ സംഭവിച്ചാൽ തന്നെ രാഘവനെ കൊണ്ട് ബാലാമണിയെ കല്യാണം കഴിപ്പിച്ച പോരെ? ലച്ചുവേച്ചി, എന്റെ ബഹുമാനം കളയിക്കരുത്. നീ ബഹുമാനിച്ചില്ലേലും കുഴപ്പമില്ല. ബാലാമണി ഈ വീട്ടിലെ സ്വന്തമായ അതൊരു ഭാഗ്യ. അപ്പൊ ഞാനോ? നീ ഇങ്ങനെ പൂജയും വഴിപാടുമായിട്ടങ്ങ് ജീവിക്കും. ലച്ചുവേച്ചി, പേര് വിളിക്കും ഞാൻ. നീ ചീത്ത വിളിക്കായിരുന്നാ മതി. ശപിക്കണോ ഞാൻ? ശപിക്കണോ? ഒന്ന് പോടി. ഇത്രയും കാശൊക്കെ നിന്റെ ഉണ്ടായിരുന്ന മോളെ? എവിടെ? ഇതില് 10-12 ലക്ഷം രൂപ അനന്തുവിന്റെ കയ്യിൽ നിന്ന് തന്നെ അടിച്ചു മാറ്റിയതാ. ബാക്കി കാശിന് എന്റെ ഗോൾഡ് വെച്ചു. അത് ഒരു 10-15 ദിവസത്തിനുള്ളിൽ തിരിച്ചെടുക്കാം. അനന്തുവിന് കൃത്യമായിട്ട് കണക്കൊന്നും അറിയില്ല. ദിവസവും ശരാശരി ഒരു 10-20,000 രൂപ വെച്ച് ഞാൻ അടിച്ചു മാറ്റുന്നുണ്ട്. ഇതില് 15 ലക്ഷം തികച്ചുണ്ടോ? ഉണ്ട്. അതില് കുറവ് വരുത്തിയ ശരിയാവില്ല. നമ്മൾ വളർത്തിയ പാമ്പ് നമ്മളെ തന്നെ തിരിച്ച് കടിക്കരുതല്ലോ. അല്ല, എന്താ നമ്മുടെ പ്ലാൻ? നമ്മൾ ഗോഡൌണിലേക്ക് പോകുന്നു. ബാലാമണി മരിച്ചുവെന്ന് ഉറപ്പ് വരുത്തുന്നു. രാഘവന് പണം കൊടുത്തു കഴിഞ്ഞാൽ അതോടെ ആ ബന്ധവും തീരുന്നു. പിന്നെ ഈ അള്ള രാഘവനെ നമ്മൾ അറിയുകയേയില്ല. അനിയേട്ടൻ സോളമനെ ഒന്ന് വിളിക്ക്. ഭഗവാനെ, നിറഞ്ഞ മനസ്സോടെയാ അവിടുത്തെ മുന്നിൽ ഞാൻ നിൽക്കുന്നത്. ഇത്ര നാളും ഉള്ളിലെ ആധി പുറത്ത് കാണിക്കാതെ നടക്കായിരുന്നു ഞാൻ. ബാലാമണിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയോന്ന് പേടിയായിരുന്നു എന്റെ മനസ്സ് നിറയെ. ഇപ്പോ എനിക്ക് സമാധാനായി. ഈശ്വരനായിട്ടാ കാർത്തുവിന്റെ മുന്നിലേക്ക് അവളെ എത്തിച്ചത്. കാത്തുരക്ഷിച്ചതിന് നന്ദി പറയാൻ ഞാൻ. ഒരുപാട് നന്ദി പറയാൻ ഞാൻ. ഇതെന്താ പതിവില്ലാത്ത നേരത്ത് പൂജാമുറിയില്? അങ്ങനെയങ്ങ് തോന്നി. കുറെ കാലമായിട്ട് ഈശ്വരനോട് പോലും പിണങ്ങിയിരിക്കുകയായിരുന്നു ഞാൻ. ഇപ്പൊ എന്തോ എല്ലാം ഈശ്വര കടാക്ഷമാണെന്നൊരു തോന്നല്. ഉണ്ണിയേട്ടൻ സമാധാനമായിട്ടിരിക്കണം. എല്ലാം ശരിയാവും. ഇനി നടക്കാൻ പോകുന്നതൊക്കെ നല്ല കാര്യങ്ങളാ. ബാലാമണി വരും, അവളുടെ അമ്മയും വരും. ഹേയ്, എന്റെ പ്രതീക്ഷയെല്ലാം അസ്തമിച്ചു. എനിക്ക് പ്രതീക്ഷ കൂടുക ചെയ്തത്. ഞാനല്ലേ പറയുന്നത് ബാലാമണിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. നിനക്കെന്തെങ്കിലും വിവരം കിട്ടിയോ സുമംഗലേ? ഒന്നും എന്നോട് ചോദിക്കരുത്. ബാലാമണിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ണിയേട്ടനും അങ്ങനെ തന്നെ വിശ്വസിക്കണം. ചുവരുകൾക്ക് പോലും കാതും കണ്ണുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിനെ അടക്കണം. എല്ലാം ശരിയാവും. അമ്മ അറിഞ്ഞിട്ടില്ലല്ലോ? ആനന്ദ് സാറ് വിളിച്ചിട്ട് എന്തോ കാര്യത്തിന് പോവാന്നറിയാം. അമ്മ അറിഞ്ഞാ പേടിച്ചു പോകും, അതുകൊണ്ടാ. എനിക്കിപ്പോഴേ പേടിയായി തുടങ്ങി. ലച്ചുവച്ചോട് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഓ, അത് വേണ്ടിയിരുന്നില്ല. വേണം. കാര്യങ്ങളെല്ലാം ഒരാളെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ? ഇല്ലെങ്കിൽ ഇന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാവരും രാഘവനെ കുറ്റപ്പെടുത്തും. എനിക്ക് സത്യം അറിയണം. എവിടെ പോവാ രണ്ടാളും കൂടെ? വഴിയൊന്ന് മാറിക്കടി.
ഇല്ല, വേണമെങ്കിൽ എന്റെ ദേഹത്തൂടെ വണ്ടി കയറ്റിക്കോ. എന്നാലും എനിക്ക് സത്യം അറിയണം. എന്നെ അമ്മയൊക്കെ മറച്ചു വെച്ച് രാഘവന്റെ കൂടെ എവിടെ പോവാ ഇവള്? ഇത് ചുടല ഭസ്മ. എന്നോട് പറയാതെ പോയാ ഇവളെ ഞാൻ ശപിച്ചു കൊല്ലും. കുരുവി പിടിച്ചു മാറണവളെ. മാറി നിൽക്കണോ? എവിടെ പോവാടി? ശപിക്കും ഞാൻ. നീ ഇന്ന് മരിച്ചു പോട്ടെ. നീ ഇന്ന് മരിച്ചു പോവും. അരവിന്ദേട്ടാ, ഓ അരവിന്ദേട്ടാ, ആ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? അതിങ്ങനെ ഉഴപ്പി ചോദിക്കല്ലേ, എന്റെ ഒരു സംശയോ. എന്താ മൈഥിലി? ഈ പേപ്പർ വായന ഒന്ന് നിർത്തോ. ഈ വാർത്തകൾ വായിച്ച തന്നെ മനുഷ്യന് ഭ്രാന്ത് പിടിക്കും. നിനക്ക് ഇന്ത്യൻ പ്രസിഡന്റ് ആരെന്നറിയോ? ഏതൊരു പെണ്ണല്ലേ? അല്ല. അയ്യോ, അപ്പൊ അവര് മാറിയോ? ആ ഇലക്ഷന് തോറ്റു കാണും. ഇലക്ഷനിൽ നിന്ന് ജയിച്ചാൽ രാഷ്ട്രപതി ആവാൻ പറ്റുമോ? രാഷ്ട്രപതിയാവാൻ പറ്റില്ല, പക്ഷെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിക്കൂടെ? എന്റെ മൈഥിലി, ഇത്രയും അറിവുള്ള നിന്റെ മുന്നിൽ തോൽക്കാൻ എനിക്ക് ഒരു മടിയുമില്ല. ഞാൻ തോറ്റു. എന്താ നീ പറയാമെന്ന് അത് പറ. ഇതൊക്കെ അറിഞ്ഞിരുന്നിട്ട് എന്താ അരവിന്ദേട്ടാ കാര്യം? പ്രസിഡന്റ് ആരായിരുന്നാലും മാർക്കറ്റിൽ ചെന്നാ കാശ് കൊടുക്കാതെ എന്തെങ്കിലും കിട്ടോ? അത് പോട്ടെ, ഞാനത് വിട്ടു. നീ എന്താ പറയാമെന്ന്? അരവിന്ദേട്ടാ, അരവിന്ദേട്ടന്റെ അമ്മയെ ഒന്ന് ശ്രദ്ധിക്കണം. അവർക്ക് വഴിവിട്ട ചില ബന്ധങ്ങളുണ്ട്. അനാവശ്യം പറഞ്ഞ നിന്റെ നാക്ക് ഞാൻ ചെത്തും. വൃത്തിയോട് പറയുന്നു. അയ്യോ, വൃത്തികേടല്ല. അമ്മയ്ക്ക് ചില പുതിയ കൂട്ടുകെട്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു മീൻകറി എന്ന് വീട്ടിൽ കയറ്റി, പിന്നെയാ രസം. കെട്ടിപ്പിടിക്കുന്നു, ദേ ഈ സോഫയിൽ ഇരുത്തുന്നു, യാത്ര അയക്കുന്നു. ഇത്രയും തരംതാണ് പോയോ അമ്മ? അതേത് മീൻകാരി? എനിക്കറിയില്ല. അവർക്കാണെങ്കിൽ കഴുത്തിന് ചുറ്റും നാക്കുവാ. അമ്മയ്ക്ക് പാവം തോന്നിയിട്ട് ചെയ്തായിരിക്കും. അയ്യോ അല്ല അരവിന്ദേട്ടാ, ഇതിലെന്തോ രഹസ്യമുണ്ട്. അമ്മയും അവരും തമ്മിൽ രഹസ്യമായിട്ട് പലതും സംസാരിച്ചു. നീ കേട്ടില്ലേ? രഹസ്യമായിട്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ? അല്ല, നീ ഒന്നും ചോദിച്ചൂല്ലേ? ചോദിച്ചു. അപ്പൊ കൂടെ ആശാൻ കളരിയിൽ പഠിച്ചതാന്നൊക്കെ പറഞ്ഞു. ചിലപ്പോ ആയിരിക്കും. നിന്റെ ഈ കുനിഷ്ഠ ബുദ്ധി വെച്ച് നോക്കുമ്പോഴേ ഓരോ സംശയങ്ങൾ തോന്നുന്നതാ. അല്ല അരവിന്ദേട്ടാ, വാർത്ത കേട്ടില്ലെങ്കിലും പത്രം വായിച്ചില്ലെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. അവര് വെറും ഒരു മീൻകാരിയല്ല. അമ്മയെ സംബന്ധിക്കുന്ന എന്തോ ഒരു വലിയ രഹസ്യം അവരുടെ കയ്യിലുണ്ട്. അത് നിനക്കെങ്ങനെ അറിയാം? എനിക്ക് സംശയമുണ്ട്. എങ്ങനെയെങ്കിലും ഞാനത് കണ്ടുപിടിക്കും, ഉറപ്പാ. എന്തിനാടി ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ ഇരുന്ന് കരയുന്നത്? ഞാൻ പിന്നെ എന്ത് ചെയ്യും? എന്റെ കൺമുമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ കാണിച്ച എനിക്ക് സഹിക്കോ? എന്ത് കാണിച്ചു എന്നാ നീ പറയുന്നേ? രാവിലെ മുതൽ രാഘവനെയും ബാലാമണിയും ഞാൻ ശ്രദ്ധിക്കുന്നത്. ആരെ അറിയിക്കാതെ ഒരുമിച്ച് പോകാമെന്ന് എന്റെ കൺമുമ്പിൽ വെച്ചാ പറഞ്ഞത്. എന്നിട്ടും ആ ദുഷ്ടയോട് പോകരുതെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞു. എന്നിട്ടും അവള് കേട്ടില്ല. വസന്തേ, നീ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങള്. ഒന്നും അറിയാതെ നീ സംസാരിക്കുന്നത്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് അറിയണ്ട. രാഘവൻ അവള് തട്ടിയെടുത്തു. ഓ പിന്നെ, തട്ടിയെടുക്കാനും മാത്രം ആരാവൻ? കാമദേവനോ? കഷ്ടം. അവളുടെ കൂടെ നടക്കാനുള്ള ഒരു യോഗ്യതയെങ്കിലും ഉണ്ടോ അവന്? ചില പെണ്ണുങ്ങൾക്ക് യോഗ്യതയൊന്നും വേണ്ട. ആണുങ്ങളെ കാണുമ്പോഴേ അങ്ങ് ഇഷ്ടപ്പെടും. ഒന്ന് വെറുതെ ഇരിക്കും വസന്തേ. നീ ബാലാമണി അങ്ങനത്തെ പെണ്ണൊന്നും അല്ല. ലച്ചു വെച്ച് അവളെ ന്യായീകരിക്കല്ലേ? വൃത്തികെട്ടവളാ. ശപിച്ചിട്ടുണ്ട് ഞാൻ അവളെ മരിക്കാൻ. അങ്ങനൊന്നും പറയല്ലേ വസന്തേ. ഒരു മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവള് പോയിരിക്കുന്നത്. ജീവൻ തിരിച്ചു കിട്ടാൻ പ്രാർത്ഥിക്കണം നമ്മള്. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാന്ന് പറയുമ്പോ
അവളെ ആരൊക്കെയോ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. രാഘവനെയാ അവരത് ഏൽപ്പിച്ചത്. കൊല്ലാതെ രക്ഷപ്പെടുത്താൻ പറ്റുമോ നോക്കാൻ പോയതാ അവര്. അമ്മയും രച്ചുവൊക്കെ അറിഞ്ഞാ പേടിക്കുമല്ലോ എന്ന് വിചാരിച്ചാ എന്നോട് മാത്രം പറഞ്ഞിട്ട് പോയത്. എന്റെ ദേവി, ഞാൻ ഭസ്മം ജപിച്ച് ഊതി ശപിച്ച് അവളെ വിട്ടത്. ശപിച്ചോ? ഓ, മരിച്ചു പോട്ടേന്ന്. ഇപ്പൊ ദുഷ്ട അവളല്ല, നീയാ. ബാലാമണിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ ആ പാവമൊക്കെ നീ എവിടെ കൊണ്ടുപോയി തീർക്കും? ദേവി, ഇപ്പൊ ഇത്തരം കാര്യത്തിന് ബാലാമണി വില്ലിംഗ് ആയേ പറ്റൂ. അത് ബാലാമണിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി തന്നെയാ. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇങ്ങനൊരു നാടകത്തിനൊന്നും എനിക്ക് വയ്യ. നാടകമെന്ന് പറയാൻ ബാലാമണി ഒരുപാട് അഭിനയിക്കൊന്നും വേണ്ട. അതെ, ഒന്നും ചെയ്യണ്ട, കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡീൽ ചെയ്തോളാം. ദേ, ബാലാമണി മരിക്കുന്നത് ബാലാമണിയുടെ ജീവന് വേണ്ടി തന്നെയാ. എനിക്ക് പേടിയാ സർ. ആർക്കെങ്കിലും സംശയം തോന്നിയാ പിന്നെ തീർന്നില്ലേ? ആർക്കും സംശയം തോന്നില്ല. സത്യസന്ധമായ കാര്യങ്ങൾക്ക് ദൈവം എപ്പോഴും കൂടെ ഉണ്ടാവും. ബാലാമണി ഇത്തിരി ധൈര്യം കാണിച്ചാൽ മാത്രം മതി. ഞാൻ അടുത്ത് നിൽക്കല്ലേ. എന്റെ ദേഹത്ത് ജീവൻ ഉള്ളിടത്തോളം ബാലാമണിക്ക് ഒന്നും സംഭവിക്കില്ല. കേട്ടില്ലേ? ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവും. ബാലാമണി ധൈര്യമായിട്ടിരിക്കേ. എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല. ഇപ്പോഴേ എന്റെ കൈയും കാലും വിറയ്ക്കുക. ബാലാമണി, ഇത് ജീവിതത്തിൽ ഒരു പരീക്ഷണ ഘട്ട. ഇത് ജയിക്കേണ്ടത് നിന്റെയും നിന്റെ കുഞ്ഞിന്റെയും ജീവിതത്തിന് അത്യാവശ്യ. ഇത്രയും കാലം എത്ര കഷ്ടപ്പെട്ടു ബാലാമണി നീ. ഇനിയെങ്കിലും നിന്റെ ശത്രുക്കൾക്ക് ജയിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത് നീ. നമുക്ക് ജയിക്കണം. ഇനി ആരുടെ മുമ്പിലും നമ്മൾ തോൽക്കരുത്. തോൽക്കാൻ പാടില്ല. സഹിക്കാനൊരു സമയം. ആ സമയത്ത് നമ്മൾ ഒരുപാട് സഹിച്ചില്ലേ? ഇനി ജീവിക്കാനുള്ള സമയ. അതിന് തിരിച്ചു തല്ലേണ്ടി വന്ന് അങ്ങ് തല്ലണം. ഇനി തോൽക്കില്ല എന്ന് നിന്റെ മനസ്സിനെ പറഞ്ഞങ്ങ് പഠിപ്പിക്കണം. സാർ പറയൂ, ഞാൻ എന്താ വേണ്ടത്?